ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ രചനനും കൂട്ടിക്കൊണ്ട് ആകാശം മഹേഷിന്റെ വീട്ടിലേക്ക് ഒരു നാണവും ഇല്ലാതെ രാവിലെ തന്നെ കയറി ചെല്ലും കേട്ടോ. മഹേഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ രചന പറഞ്ഞിട്ട് എനിക്ക് എന്റെ മക്കളെ കാണാതെ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ആദ്യം അവിടേക്ക് വരുവാണ്. രചന പറയുന്നുണ്ട്, എനിക്ക് ആദ്യം എടുത്ത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, മമ്മിക്ക് എന്നോട് എന്ത് സംസാരിക്കണം, എന്റെ ഫോൺ വിളിച്ചാൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. എടാ മമ്മിക്ക് നിന്നെ കാണാതെ പറ്റുന്നില്ലടാ. ഇതൊക്കെ മമ്മിയുടെ അടവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇയാള് പറയുന്ന അടവായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും രചന പറയണ്ട, എടാ മോനെ നീ ഇങ്ങനെ പറയല്ലേ, ഇന്നലെ രാത്രി നിന്റെ മമ്മി ഉറങ്ങിയിട്ട് പോലില്ല, അത് നിനക്കറിയാവോ? അല്ല മമ്മിക്ക് ഇപ്പൊ എന്താ വേണ്ടത്, എനിക്ക് നിന്നോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. മഹേഷ് പറയണ്ട്, പറ്റില്ല, അത് പറ്റില്ല, കോടതി ഒരു സമയം അനുവദിച്ചു തന്നിട്ടുണ്ട്, ആ സമയത്ത് ഇവനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, അല്ലാതെ ഇവനെ കാണാനോ സംസാരിക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റില്ല എന്ന് മഹേഷ് പറയണം. അത് കേൾക്കുന്ന ഇഷിത പറയണ്ട, മഹേഷ് എന്തായാലും ഇവിടെ വന്നതല്ലേ, കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ആദിനെയും കൂട്ടിക്കൊണ്ട് രചന നേരെ ബാൽക്കണിയിലേക്ക് പോവാണ്. ആ സമയത്ത് നമ്മുടെ ആകാശം അപ്പുറത്തേക്ക് പോകുന്നുണ്ട്, ഇവര് സംസാരിക്കുന്നതൊക്കെ കാണാനും കേൾക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ആകാശം അവിടെ നിൽക്കുമ്പോഴേക്കും രചന നമ്മുടെ ആദ്യത്തെ സംസാരിക്കുകയാണ്, മോനെ ആദി, നീ ഇല്ലാതെ മമ്മിക്ക് പറ്റുന്നില്ലടാ, നിനക്ക് വേണ്ടിയിട്ടാണ് മമ്മി ഇത്ര നാൾ ജീവിച്ചത്, മമ്മീനെ ഉപേക്ഷിച്ചു പോവാ നിനക്ക് എങ്ങനെ സാധിച്ചൂടാ, മമ്മിക്ക് നീ ഇല്ലാതെ പറ്റില്ല മോനെ, മോനെ പ്ലീസ് മോനെ നീ എന്റെ അടുത്തേക്ക് വരണം, മമ്മിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ, കോടതിയാണ് ഡാഡിയുടെ കൂടെ എന്നെ വിട്ടത്, എടാ അത് നീ പറഞ്ഞിട്ടല്ലേടാ, എടാ നീ ഒന്നും കൂടി പറയുകയാണെങ്കിൽ കോടതി തിരിച്ചു സമ്മതിക്കും, എന്റെ കൂടെ വിടാൻ സമ്മതിക്കും. ഇല്ല മമ്മി, അതിനൊന്നും ഇനി സാധിക്കില്ല, സത്യം പറയാലോ എത്രയോ നാളിന് ശേഷമാണ് ഞാൻ ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് മമ്മിക്ക് അറിയാവോ, ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി, ഞാനിവിടെ വന്നപ്പോ ഇവരുടെ എല്ലാവരുടെയും സന്തോഷം മമ്മി ഒന്ന് കാണേണ്ടതായിരുന്നു, മമ്മിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, മമ്മിയുടെ ഉള്ളിൽ ഇവിടുത്തെ എല്ലാത്തും ദേഷ്യവും വൈരാഗ്യവും മാത്രമേ ഉള്ളൂല്ലോ, മോനെ നിനക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്, മോനെ പ്ലീസ് മോനെ നീ എന്റെ കൂടെ വാ, മമ്മി ഇവിടുന്ന് പോവാൻ നോക്ക്. അപ്പോഴേക്ക് ആകാശം അവിടേക്ക് വരുന്നുണ്ട്, എടാ നിനക്ക് നാണൂരടാ, 10-12 വയസ്സ് വരെ നിന്നെ നോക്കിയത് ആ രചനയല്ലേടാ. അത് കേൾക്കുന്ന ആദ്യം പറയണ്ട, എന്റെ മമ്മി എന്നെ നോക്കിയെന്ന് നിങ്ങൾ പറയണ്ട, എന്റെ മമ്മിയല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ നോക്കി അങ്ങനെ പറഞ്ഞാൽ മതി, എന്റെ ഡാഡിക്കെതിരായിട്ട് എന്നെ വലുതാവുമ്പോ എന്റെ ഡാഡിക്കെതിരായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ നോക്കി 10-12 വർഷം, അത്രയല്ലേ ഉള്ളൂ, നിങ്ങൾ നോക്കി എന്റെ കടവും എല്ലാം ഞാൻ വീട്ടും, ഞാൻ വളർന്ന് വലുതായിട്ട് ജോലിക്കൊക്കെ പോയിട്ട് നിങ്ങൾ എന്നെ നോക്കാൻ വേണ്ടി എത്ര രൂപയാണ് ചെലവാക്കിയത്, ആ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നെ തരും, എന്താ അതുപോലെ, ഇനി അതിന്റെ കണക്ക് പറഞ്ഞിട്ട് നിങ്ങൾ വരണ്ട. അപ്പോഴേക്കും ആകാശം കണ്ടല രചന നിന്റെ മോന്റെ വർത്താനം, ഞാൻ അവനെ നോക്കിയതിനേക്കാ അവൻ പൈസയായിട്ട് എനിക്ക് കടം വീട്ടാം എന്നൊക്കെയാണ് പറയണത്, മോനെ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത് ആരാണ്, അവളായിരിക്കും ആ ഇഷിത, എന്നെ ഇഷിതാമ്മ നല്ലത് മാത്രമേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളൂ, ചീത്ത പറഞ്ഞു പഠിപ്പിച്ചത് ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മമ്മി ദൈവത്തെ ഓർത്ത് മമ്മി ഇവിടുന്ന് പോ, ഇഷിതാമ്മക്ക് ടെൻഷനൊന്നും സഹിക്കാൻ പറ്റില്ല, മമ്മി എന്തെങ്കിലും പറഞ്ഞാൽ ഇഷിതാമ്മക്ക് ടെൻഷനാവും, അത് വയറ്റി കിടക്കുന്ന കുഞ്ഞാവക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മമ്മി ഇവിടുന്ന് പോണം എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടിയാണ് നിന്റെ ആഗ്രഹമല്ലേ, ഞാനിതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല, മമ്മി ഭക്ഷണം കഴിക്കോ കുടിക്കോ എന്താ ചെയ്തോ എനിക്കിനി അത് അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ ഇഷിതാമ്മന് ഇപ്പൊ കെയർ ചെയ്യേണ്ട സമയമാണ്, മമ്മിയോട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും, ഇഷിതാമ്മക്ക് അത് ടെൻഷനാവും, അതുകൊണ്ട് തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞത്, മമ്മിക്ക് എന്നെ കാണണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം, മമ്മി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയണം. അങ്ങനെ രചന അവിടെ നാണം കെട്ട് ഇറങ്ങി പോവാട്ടോ. മഹേഷ് പറഞ്ഞിട്ട്, മോന്റെ വായിന്ന് കേൾക്കേണ്ടതൊക്കെ കേട്ടല്ലോ, സമാധാനായല്ലോ, ഇനിയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക് എന്ന് പറയണം. അങ്ങനെ നാണം കെട്ട് രചന ആകാശിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാട്ടോ. വണ്ടിയിലെത്തുമ്പോഴേക്കും ആകാശിനോട് പറയണ്ട്, ആകാശല്ലേ പറഞ്ഞത് എന്റെ 2 മക്കളെ എന്റെ അടുത്തേക്ക് എത്തിച്ചു തരാന്ന്, എന്റെ 2 മക്കളും എന്നെ ഉപേക്ഷിച്ച് പോവില്ലെന്ന്, ഇപ്പൊ എന്തായി, അവിടെ പോയിട്ട് നാണം കെട്ട് വരാൻ തരാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോ ആകാശ് പറയണ്ട്, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടെന്ന് വിചാരിച്ചാൽ മതി, പരീക്ഷണമായിട്ട് നീ നോക്കിക്കോ, ഇഷിതയ്ക്ക് ഇപ്പൊ 8ാം മാസം എന്നല്ലേ പറഞ്ഞത്, 1 മാസം 1.5 മാസം ആവുമ്പോഴേക്കും അവള് പ്രസവിക്കും, അവള് പ്രസവിച്ചു കഴിഞ്ഞാൽ നീ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോണെന്ന്, ഒരിക്കലും ആ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല, ഇഷിതയായിട്ട് തന്നെ നിന്റെ 2 മക്കളെ അവിടെ നിന്ന് പടിയിറക്കി വിടും, കാരണം അവൾക്കിപ്പോ ആദ്യം അതുപോലെ തന്നെ ചിപ്പി സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഒരു സ്വന്തം കുഞ്ഞായി കഴിഞ്ഞാലേ ആ കുഞ്ഞിനോട് തന്നെയായിരിക്കും ഇഷിതക്ക് സ്നേഹം, അപ്പോ നിന്റെ മക്കളെ അവൾ തന്നെ അവിടെ നിന്ന് പടിയിറക്കി വിടും, 1 മാസം ഒരേ 1 മാസം മാത്രം നീ എനിക്ക് സമയം തന്നാ മതി, പിന്നെ അവിടെ ഞാൻ നിന്നെ കൊണ്ട് പോയതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ആകാശ് എന്തൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവണില്ല, നീ ഇപ്പൊ ഒന്നും മനസ്സിലാക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നിനക്കെല്ലാം മനസ്സിലാവും എന്ന് പറയണം. ആകാശ് അവിടെ പോവാൻ കാരണം തന്നെ അവിടെ ക്യാമറ പതിപ്പിക്കാൻ വേണ്ടി പോയിരിക്കാട്ടോ. അതായത് ഇഷിതയും കുഞ്ഞുങ്ങളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടാക്കിയാൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ
വെച്ചിട്ടുണ്ട് അവിടെ. ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടാണ് രചനയുടെ കൂടെ ആകാശ് രാവിലെ തന്നെ അവിടേക്ക് പോയത് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിയും മാഷിനെയാണ് കേട്ടോ. രണ്ടുപേരും കൂടി രാവിലെ തന്നെ ഒരു തൊട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോയിരിക്കുകയാണ് ഇഷിതക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ആ തൊട്ടില് കൊണ്ടുവന്ന് അവിടെ വെക്കുന്നുണ്ട്. അപ്പോ സ്വപ്നയില് പണ്ട് ആഹാ കൊള്ളാലോ, മാഷും പ്രിയാമണിയും രാവിലെ തന്നെ ഇത് പോയി വാങ്ങിച്ചോ? ഇത് പറഞ്ഞിട്ട് ഇപ്പൊ 2 മാസമായി. നേരത്തെ തന്നെ പറഞ്ഞ് പണിയിപ്പിച്ചതാണ്. ഇത് നല്ല തൊട്ടിലാണ്. ഈ തൊട്ടിൽ കിടന്നാൽ നല്ല തണുപ്പും ചൂട് സമയത്ത് ചൂടും ഒക്കെ കുഞ്ഞിന് കിട്ടും. അതുകൊണ്ട് ഈ തൊട്ടിൽ നേരത്തെ തന്നെ പറഞ്ഞ് പണിയിപ്പിച്ചതാണ്. നേരത്തെ പറഞ്ഞ് പണിയിപ്പിച്ചാൽ മാത്രമേ 5 മാസത്തിൽ തൊട്ടിൽ കിട്ടുള്ളൂ. ഇഷിതൊക്കെ വിശേഷമായി എന്ന് പറഞ്ഞപ്പോ പണിയാൻ കൊടുത്തതാണ്, ഇപ്പോഴാണ് കിട്ടിയത്. അപ്പൊ കൈയോടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്ക് ഇഷിത പറയണ്ടേ, എന്തിനാ അച്ഛാ ഇതായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അതെന്താ മോളെ ഇങ്ങോട്ട് വന്നാ എന്താ പ്രശ്നം എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ, അതല്ല, ഞാൻ കുഞ്ഞായി കഴിഞ്ഞാൽ അവിടേക്കല്ലേ വരുന്നത്, പിന്നെന്തിനാ തൊട്ടിലായിട്ട് ഇങ്ങോട്ട് വന്നത്? പ്രിയാമണിക്ക് സന്തോഷമാണേ. നീ പറഞ്ഞ സത്യമാണോ? പ്രസവം കഴിഞ്ഞാൽ നീ അവിടേക്ക് വരുമോ? പിന്നെ അവിടേക്ക് വരാതെ എന്റെ അമ്മ ഒരുപാടായില്ലേ മഹേഷിനോട് ചോദിക്കുന്നത്, എന്റെ മോൾ അവിടെ കുറച്ചു ദിവസം കൊണ്ട് കുറച്ചു ദിവസം കൊണ്ട് നിർത്തുന്ന. മഹേഷ് ആണെങ്കിൽ 7ാം മാസം പോലും എന്നെ അവിടെ കൊണ്ട് നിർത്തിയില്ല. അതുകൊണ്ട് മഹേഷ് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞാകുമ്പോഴേക്കും ഞാൻ കുഞ്ഞിനെ കൂടി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് ഞാൻ നേരെ വരുന്നത് അവിടേക്ക് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണിക്ക് സന്തോഷമാവാട്ടോ. ആ സമയത്ത് അത് കണ്ടുകൊണ്ട് മഞ്ജിമ അവിടേക്ക് വരുന്നുണ്ട്. മഞ്ജിമ പറയുന്നുണ്ട്, ഇതെന്താ കുഞ്ഞ് ജനിക്കാൻ മുമ്പ് തൊട്ടിലൊക്കെ ആയിട്ട് വന്നിരിക്കണത്? കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ടിൽ കൊണ്ടുവരാൻ പാടില്ലെന്നാണ് പറയണത്. അതെന്താ കൊണ്ടുവന്ന കുഴപ്പം എന്ന് ഇഷിത ചോദിക്കുമ്പോ, അല്ല അങ്ങനെയൊക്കെ പഴമക്കാര് പറയാറുണ്ടല്ലോ, കുഞ്ഞ് തൊട്ടിലേക്ക് കിടക്കാതെ പുതിയ തൊട്ടിൽ മേടിക്കാൻ പാടില്ലെന്ന്. അല്ല അങ്ങനെ മേടിച്ചോണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അല്ല അങ്ങനെ മേടിച്ചു കഴിഞ്ഞപ്പോ തൊട്ടിലേക്ക് കിടക്കാൻ കുഞ്ഞുണ്ടാവില്ലെന്നൊക്കെയാ പറയണത്. അപ്പോഴേക്കും അത് കേട്ട് സ്വപ്നവല്ലിയും രാമനാഥനും പറയുന്നുണ്ട്, നിനക്ക് നാണൂല്ലേടി ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് എവിടെ നിന്ന് ഇറങ്ങി പോടി? അതെ പഴമക്കാര് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിഷിത പറയണ്ടേ, പഴമക്കാര് അങ്ങനെ പലതും പറയും. തൊട്ടിൽ ഉണ്ടാക്കേണ്ടെന്നും തൊട്ടിൽ കെട്ടണ്ടെന്നും അതൊക്കെ ഈ സയന്റിഫിക്കലായിട്ട് തെളിയിച്ച കാര്യങ്ങളൊന്നുമല്ല. പ്രത്യേകിച്ച് ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വാസമില്ല. അമ്മ അച്ഛ ഈ തൊട്ടിൽ അടിപൊളിയായിട്ടുണ്ട്, എന്റെ കുഞ്ഞു ഉറങ്ങാൻ പോണത് ഈ തൊട്ടിൽ തന്നെയായിരിക്കും. മഞ്ജിമ ചേച്ചി അങ്ങനെ പലതും പറയും എന്റെ മനസ്സിൽ വേദനിപ്പിക്കാൻ വേണ്ടി, എന്റെ മനസ്സിൽ ടെൻഷൻ ആക്കാൻ വേണ്ടി. പക്ഷെ മഞ്ജിമ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക, അതൊക്കെ പഴയ ഇഷിതയാണ്. ഇനി ഇഷിത പഴയ പോലെ ടെൻഷൻ അടിക്കോ അതുപോലെ തന്നെ മറ്റുള്ളവരെ വിഷമിപ്പിച്ചോ അങ്ങനെ നിൽക്കോ ഒന്നുമില്ല. ഞാൻ ഇവ പഴയതിനേക്കാളും സ്ട്രോങ് ആണ്. മഞ്ജിമ ചേച്ചിക്ക് എന്ത് പറഞ്ഞാലും എനിക്കൊന്നും സാധിക്കില്ല, സംഭവിക്കില്ല, എന്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ മഞ്ജിമ ആകെ നാണം കെട്ട് അവിടെ നിന്ന് പോകാട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആകാശ് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആദീനെയും അതുപോലെ തന്നെ ചിപ്പിനെയും വെച്ചുകൊണ്ട്. വേറൊന്നുമല്ല, ഇഷിതയുടെ കുഞ്ഞ് ഇല്ലാതാവാൻ ഒരു കാരണം, അല്ലെങ്കിൽ ആ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അപകടം ഉണ്ടാവാൻ കാരണം ചിപ്പിനെയും ആദീനാക്കണം. അതാണ് ആകാശിന്റെ ഉദ്ദേശം കേട്ടോ. ആകാശ് ആ കാര്യത്തിൽ വിജയിക്കും തോന്നണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഇഷ്ടമാത്ര സീരിയൽ ക്ലൈമാക്സ് പ്രൊമോ വന്നപ്പോ അതിൽ ക്ലൈമാക്സ് ആവുന്ന രീതിയിൽ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. എനിക്കൊന്ന് പെട്ടെന്നുള്ളൊരു ക്ലൈമാക്സ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ടാണ് പ്രൊമോയിൽ പോലും ഒന്നും നമുക്ക് കാണാൻ സാധിക്കാത്തത്. അപ്പൊ പ്രൊമോയിൽ കാണിച്ച ഭാഗങ്ങൾ ഒന്നും ക്ലൈമാക്സ് ആയിട്ട് തോന്നിയൊന്നുമില്ല. എന്തായാലും ഇഷിതര കുഞ്ഞ് എന്തോ സംഭവിക്കുന്ന രീതിയിലൊക്കെ പറയുന്നും കാണിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.